നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ പുതിയ വാഹനം എടുക്കാൻ ഞാൻ പറയത്തില്ല. അന്നേരം കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും, നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്തിനാ പുതിയ വാഹനം എടുക്കുന്നത്, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചിട്ടാ പോരെ. സർവീസ് കഴിഞ്ഞ് ഈ വാഹനം വീട്ടിലോട്ട് വന്ന് കുറച്ചുകൂടെ ഒരു ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റാർട്ട് ആകാതെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പറയാം, നിങ്ങൾ സർവീസിന് എടുക്കുന്നതിന് മുമ്പ് വരെ ഈ വാഹനത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, സർവീസ് കഴിഞ്ഞതിന് ശേഷം തൊട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും വാഹനത്തിന് ഓട്ടം കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണ്, വാഹനത്തിന്റെ ബാറ്ററി ഡൗൺ ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് സ്റ്റാർട്ട് ചെയ്തിടുക. ശരിക്കും നമ്മുടെ വാഹനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ബാറ്ററി ഡൗൺ ആകാതിരുന്നോളൂ. ഇങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കുക. ഇന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി എങ്ങനെയാണ് ചാർജ് ആകുന്നത്, ഒന്നാമത്തെ കാര്യം. അതായത് മെയിനായിട്ട് സംശയം വരാനുള്ളൊരു കാര്യം, ശരിക്കും നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആകുമെന്ന് ചോദിച്ചാൽ 100% ചാർജ് ആകും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി കണ്ടീഷനും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. കാരണം ബാറ്ററി കണ്ടീഷൻ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു റിമോട്ടിന്റെ ബാറ്ററിയാണ് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. പുതിയ ബാറ്ററി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല സ്പീഡ് അല്ലെങ്കിൽ കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ചാർജ് കുറയും തോറും നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയി വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം നമ്മുടെ വാഹനത്തിലോട്ട് ഇത് ബാധകമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടം കുറവുള്ള, അതായത് തീരെ ഓട്ടം ഇല്ലാത്ത വാഹനങ്ങളായിരിക്കും ഇതുപോലെ ആഴ്ചയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം വരെ ഒരു കുഴപ്പം ഈ വാഹനത്തിൽ കാണത്തില്ല. ചിലപ്പോൾ വളരെ കുറവ് കിലോമീറ്റർ ഈ വാഹനം ഓടത്തുള്ളായിരിക്കും. എന്നാൽ ഒരു 2.5-3 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. അന്നേരം നിങ്ങൾ ഷോറൂമിലോട്ട് വിളിച്ച് ചോദിച്ചിട്ട് പറയും, എൻ്റെ വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല, ഇത്രയും നാൾ ഒരു കുഴപ്പമില്ല, പെട്ടെന്നൊരു കംപ്ലൈൻറ്റ് വന്നല്ല. ഇപ്പം കഷ്ടകാലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സർവീസ് നിങ്ങൾ കൊടുത്തെന്ന് വെച്ചോ, സർവീസ് കഴിഞ്ഞ് ഈ വാഹനം വീട്ടിലോട്ട് വന്ന് കുറച്ചുകൂടെ ഒരു ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റാർട്ട് ആകാതെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പറയാം, നിങ്ങൾ സർവീസിന് എടുക്കുന്നതിന് മുമ്പ് വരെ ഈ വാഹനത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, സർവീസ് കഴിഞ്ഞതിന് ശേഷം തൊട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയത് എന്നൊരു രീതിയിൽ ഒരു പറച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 2 വർഷം എന്ന് പറയുമ്പോൾ പുതിയ വാഹനമാണ്, പുതിയ വാഹനത്തിൽ പുതിയ ബാറ്ററി വരുമ്പോൾ ആ ബാറ്ററിയുടെ നല്ലൊരു കണ്ടീഷൻ, അതായത് കുറച്ച് ഡിസ്ചാർജ് വന്നാലും സെൽഫ് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ പറയുന്ന ബാറ്ററിക്ക് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കറണ്ട്, അത് ചെറിയ കറണ്ട് ഒന്നുമല്ല, നല്ല രീതിക്ക് ലോഡ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വലിച്ചാണ് ഈ സ്റ്റാർട്ടർ മോട്ടോർ കറങ്ങി നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ചാർജ്, അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്തൊരു ചാർജ് നമ്മുടെ വാഹനത്തിന്റെ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യിച്ച് ഈ ഒരു കറണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചാർജ് തിരിച്ച് ബാറ്ററിയിലോട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ആ എടുക്കുന്ന കറണ്ട് ഫുള്ള് തിരിച്ചു കയറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടാണ്. കാരണം വാഹനം സ്റ്റാർട്ട് ആകുമ്പോൾ ചിലപ്പോൾ AC ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ്സ് വല്ല ഓൺ ആക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീരിയോ ഓൺ ആയിരിക്കും, സബ്വൂഫർ കാണുമായിരിക്കും, ഇതിലോട്ടൊക്കെ ചാർജ് പോകുന്നുണ്ട്, അതായത് വലിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാർജ് തിരിച്ച് നമ്മുടെ ബാറ്ററിയിലോട്ട് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാകുന്നത്. പുതിയ വാഹനത്തിൽ വരുന്ന പുതിയ ബാറ്ററി ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, 2 വർഷം വരെ അത് അങ്ങനെ നിന്ന് ഓടിക്കോളും. അതിനുശേഷം തൊട്ടേ ഇതിന്റെ കംപ്ലൈന്റ് പൊങ്ങി വരത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടാൽ ബാറ്ററിക്ക് ചാർജ് കയറുമെന്ന് ചോദിച്ചാൽ 100% കയറും. പക്ഷെ നിങ്ങൾ എത്ര നേരം സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട്? ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി ഒരു 5 മിനിറ്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മാത്രമേ ഉള്ളൂ കുറച്ച് കറണ്ട് തിരിച്ചാൽ, മീൻസ് ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പവർ തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉള്ളൂ. ഈ ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇടാറില്ല. 5 തൊട്ട് 10 മിനിറ്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്തിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഫ്യൂവൽ കൺസപ്ഷൻ കൂടുതലാണ്, നമുക്കെല്ലാം അറിയാം. ഐഡ്ലിംഗ് നിൽക്കുന്ന സമയത്ത് വാഹനം കുറച്ച് കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും. അങ്ങനെ ഈ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന പേടിച്ചിട്ട് പലരും ചെയ്യുന്നത് തന്നെ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെയും പോയി ഓഫ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ ലാഭിക്കാൻ സാധിക്കും, പക്ഷേ വാഹനത്തിന്റെ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരും. ബാറ്ററി മാത്രമല്ല അവിടെ കംപ്ലൈന്റ് വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ഇതൊരു 2 വർഷമൊക്കെ കഴിഞ്ഞാലും കുഴപ്പം കാണത്തില്ല, 2 അല്ലെങ്കിൽ 3 വർഷം കഴിയും തോറും ഇതിന്റെ പാർട്സ് എല്ലാം ഇരുന്ന് കംപ്ലൈൻറ്റ്സ് വരാൻ തുടങ്ങും. അതിനുശേഷം നിങ്ങളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ നേരത്തെ ടയർ, റബ്ബർ പാർട്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ബെയറിങ്സ്, മെറ്റൽ ഭാഗങ്ങൾ, തേയ്മാനം വരുന്ന ഇതെല്ലാം കൂടുതലായിരിക്കും വരുന്നത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് വാഹനത്തിന് തീരെ ഓട്ടം ഇല്ലാതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം ചുമ്മാ ഇട്ടേക്കില്ലെന്ന് ഞാൻ പറയത്തില്ല. അല്ലെങ്കിൽ മേടിച്ചിട്ടിട്ട് വെറുതെ കിടക്കുന്നതും ഒരു കുഴപ്പം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൺസെപ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജ് വെച്ചൊരു വാഹനം എടുക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളൊരു നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ പുതിയ വാഹനം എടുക്കാൻ ഞാൻ പറയത്തുള്ളൂ. അന്നേരം കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും, നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്തിനാ പുതിയ വാഹനം എടുക്കുന്നത്, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം
മേടിച്ചിട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവർക്കൂടെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പുതിയ വാഹനം എടുത്താൽ ഒരു 5 വർഷം വരെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അത് എങ്ങനെയെങ്കിലൊക്കെ പൊക്കോളും. പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വലിയ പഴക്കമില്ലാത്തൊരു വാഹനം എടുത്തു എന്ന് സങ്കല്പിക്കുക, ഈ വാഹനം ഇരുന്ന് പോയി പണിയാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു പുതിയ വാഹനം നിങ്ങൾ എടുത്തിട്ട് ചുമ്മാ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരു 2 അല്ലെങ്കിൽ 3 വർഷം വരെ ഒരു കുഴപ്പം വരത്തില്ല, നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അതോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ ബാറ്ററിയിലോട്ട് ചാർജ് കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറും. പക്ഷേ അതിന് ചാർജ് കയറാനുള്ളൊരു സമയം നിങ്ങൾ ഉറപ്പായിട്ടും തിരിച്ച് കൊടുത്തിരിക്കണം.